മണിക്കൂറിൽ 36,000 ചപ്പാത്തികൾ ഉണ്ടാക്കാൻ കഴിയുന്ന അത്യാധുനിക മെഷീനാണിത്. നിർമ്മാണത്തിന്റെ ഓരോ ഘട്ടത്തിലും ഇവർ കാത്തു സൂക്ഷിക്കുന്ന കൃത്യതയും സൂക്ഷ്മതയും ആരെയും അമ്പരിപ്പിക്കും. ചൂടപ്പം പോലെ ചപ്പാത്തികൾ ചുട്ടെടുക്കുന്ന കാഴ്ച നയന മനോഹരം കൂടിയാണ്. മാവ് കുഴച്ച് ഈ മെഷീനിൽ ഇടുന്നതിനെ മനുഷ്യ സഹായം ആവശ്യമുള്ളൂ. പരത്തി കൃത്യം വട്ടത്തിൽ മുറിച്ച് അടുപ്പിലേക്ക് ചപ്പാത്തികൾ പൊയ്ക്കോളും. വട്ടത്തിൽ മുറിച്ച ശേഷം ബാക്കി വരുന്ന മാവ് വീണ്ടും പരത്തുന്നതിനായി തിരിച്ചു പോകും. ചപ്പാത്തികൾ പോകുന്നത് പാചകവാതകം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന അടുപ്പിലേക്കാണ്. 3 തവണ പൊള്ളി വരുന്ന ചപ്പാത്തി ഇരുവശവും എണ്ണ പുരട്ടിയാണ് എത്തുന്നത്. എണ്ണ ഉൾപ്പെടെ തേച്ച് നല്ല 1-ാം ടൺ ചപ്പാത്തി തയ്യാറായി കഴിഞ്ഞു. എണ്ണയിൽ മുറിഞ്ഞതിന്റെ നല്ല മണവും എനിക്ക് കിട്ടുന്നുണ്ട്. ഇതിനി മധുര ആകമാനം വ്യാപിച്ചു കിടക്കുന്ന 1800-ലധികം സ്കൂളുകളിൽ ലക്ഷക്കണക്കിന് വരുന്ന കുട്ടികളുടെ ഉച്ചഭക്ഷണത്തിന്റെ ഭാഗമാകാൻ പോവുകയാണ്. ഇത്രയധികം പേർക്ക് ഭക്ഷണം തയ്യാറാക്കുന്ന ഒരു അടുക്കളയാണിതെന്ന് തോന്നുകയില്ല. പാചകപ്പുരയിലെ ക്രമീകരണങ്ങൾ മാതൃകയാക്കേണ്ടതാണ്. ചോറും ദാലും കിച്ചടിയും മറ്റും പാചകം ചെയ്യുന്നതിന് നേരത്തെ തന്നെ തിട്ടപ്പെടുത്തിയിരിക്കുന്ന അളവും താപനിലയും എല്ലാം ഉണ്ട്. ചോറ് കട്ട പിടിക്കാതെ കൂടുതൽ വെന്തുപോകാതെ പാകത്തിന് ഉണ്ടാക്കിയെടുക്കാൻ സജ്ജീകരണങ്ങളുണ്ട്. ഡീസൽ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ബോയിലറുകളിൽ നിന്നുള്ള നീരാവി ഉപയോഗിച്ചാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത്. ഏറ്റവും ശുചിത്വമുള്ള ചുറ്റുപാടിൽ മസാലകൾ പോലും ഇവിടെ തന്നെ പൊടിച്ചാണ് തയ്യാറാക്കുന്നത്. ഒരു സാധാരണ ദിവസം ഇവിടെ 6 ടൺ ചോറും 5 ടൺ ഗോതമ്പിന്റെ ചപ്പാത്തിയും 3.5 ടൺ ദാലും ഉണ്ടാക്കും. 4 ടൺ പച്ചക്കറിയും 600 ലിറ്റർ എണ്ണയും ദിവസവും ഇവിടെ ഉപയോഗിക്കുന്നു. 435 പേരാണ് കുഞ്ഞു വയറുകളുടെ വിശപ്പകറ്റാൻ ഇവിടെ പ്രയത്നിക്കുന്നത്. 2004 മുതൽ പ്രവർത്തിക്കുന്ന അടുക്കളയാണ് വൃന്ദാവനിലേത്. ഭക്ഷണം തയ്യാറാക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഭക്ഷണം പൊതിയുന്നതിനുള്ള നടപടി തുടങ്ങും. മുകളിൽ പാകം ചെയ്ത് ടാങ്കിലേക്ക് ഒഴിക്കുന്ന കിച്ചടി ഈ വഴി താഴെ എത്തി അപ്പോൾ തന്നെ പാത്രങ്ങളിലാകുന്നു. ഇവ സ്കൂളിലെത്തിക്കാൻ പുറത്തു വാഹനങ്ങൾ കാത്തുകിടപ്പുണ്ട്. ചിരിക്കുന്ന ഈ മുഖങ്ങളാണ് ഇവരുടെ ലക്ഷ്യം. ഭക്ഷണം സ്കൂളിൽ എത്തുന്നതുവരെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഒരു കൂട്ടുത്തരവാദിത്തമായാണ് ഇവർ കാണുന്നത്. ഏതെങ്കിലും വകുപ്പിൽ ആളുകൾ കുറവുണ്ടെങ്കിൽ മറ്റു വകുപ്പിൽ നിന്ന് ആളുകൾ എത്തി സഹായിക്കും. വെളുപ്പിനെ തന്നെ ഈ വാഹനങ്ങൾ പുറപ്പെടും. കാരണം കിലോമീറ്ററുകൾ അകലെയുള്ള ഗ്രാമങ്ങളിൽ എത്തണം. 8 മണിയോടെ തന്നെ ഭക്ഷണം സ്കൂളുകളിലെത്തും. വഴികൾ പലതും ഇടുങ്ങിയതാകും. സ്കൂളുകളിൽ എത്തിച്ചേരുന്നത് തന്നെ ഒരു വലിയ കടമ്പയാണ്. Our midday meal should reach all schools timely. Quantity should be same, quality should be same, as well as time. Major we respect major with consider 3 aspects: quality, quantity plus time. Road conditions should be good. This is very good for me because we see now because now we are supplying approximately 900 schools. So mostly schools are in the village. So village road condition is not good. The road are so narrow. Sometimes what happens? Suppose our vehicle is from here. You see, there is a Belgadi in the village. What happens? Narrow roads. Then Belgadi come in the front of our vehicle. We wait 1 hour there. When Belgadi will go out, then our vehicle will move from here. And mostly we see now there are so many ditches in the roads. Mostly we are facing problem in the rainy seasons. Roads are fully covered 1 or 2 feet. At that time we are not able to reach all the schools timely.
ഒരു തലമുറയുടെ പ്രതീക്ഷയാണ് ഈ വാഹനങ്ങളിൽ പോകുന്നത്. ഒരു നേരത്തെ ഭക്ഷണം എന്ന ലക്ഷ്യവുമായി സ്കൂളുകളിലെത്തുന്നവർ നമ്മുടെ നാട്ടിൽ കുറവല്ല. ഏറ്റവും മികച്ച ഗുണനിലവാരമുള്ള സ്വാദുള്ള ഭക്ഷണം എത്തിച്ച് അക്ഷയപാത്ര തീർക്കുന്ന മാതൃക പിന്തുടരേണ്ടതാണ്. അടുക്കളയിൽ ആളൊഴിഞ്ഞു കിടക്കുമ്പോഴും ഇവിടുത്തെ ജോലികൾക്ക് ശമനമില്ല. നാളേക്കുള്ള ഭക്ഷണം പാകം ചെയ്യുന്നതിന് പാത്രങ്ങൾ കഴുകി വൃത്തിയാക്കണം, അരി കഴുകണം, ഗോതമ്പ് പൊടിക്കണം, നാളെ ഭക്ഷണം കൊണ്ടുപോകാനുള്ള വാഹനങ്ങളിൽ അവശിഷ്ടങ്ങളൊന്നുമില്ലെന്ന് ഉറപ്പുവരുത്തണം. ഇങ്ങനെ ഒരിക്കലും പണി തീരാത്ത ഒരു പണിപ്പുര തന്നെയാണ് ഇത്. 11 മണിയോടെ പാത്രങ്ങൾ തിരിച്ചെത്തും. പിന്നെ അത് കഴുകി അടുക്കി വെക്കണം അടുത്ത ദിവസത്തേക്ക്. ഭക്ഷണം പാകം ചെയ്ത പാത്രങ്ങൾ കഴുകി വൃത്തിയാക്കി അണുവിമുക്തമാക്കി വെക്കും. ആ സമയത്ത് തന്നെ മറ്റൊരു വശത്ത് അരി വൃത്തിയാക്കി തുടങ്ങും. അരി ഈ യന്ത്രത്തിലിട്ടാൽ ആദ്യം പൊടിയരി വേർപെടുത്തും. നമ്മൾ മുറത്തിൽ പാറ്റുന്നത് പോലെ തന്നെയാണ് യന്ത്രത്തിന്റെ പ്രവർത്തനം. പിന്നെ യന്ത്രത്തിന്റെ മറ്റൊരു ഭാഗത്ത് ഈ അരിയിൽ നിന്ന് കല്ലുകൾ നീക്കും. അങ്ങനെ ഒരു ദിവസത്തെ പാചകത്തിനുള്ള അരി അത് സൂക്ഷിക്കുന്ന വലിയ സൈലോയിലേക്ക് പോകും. ആ സമയത്ത് തന്നെ പച്ചക്കറികൾ എത്തി തുടങ്ങും. ഇങ്ങനെ ജോലികൾ ഇവിടെ തുടരുകയാണ്. സ്കൂളിലെ ഉച്ചഭക്ഷണം പുറത്തുനിന്ന് തന്നെ വരുന്നതാണ് സൗകര്യമെന്ന് പ്രധാന അധ്യാപിക പറയുന്നു. ഏറ്റവും ശ്രദ്ധയോടെ ഭക്ഷണം പാകം ചെയ്തെത്തിക്കാൻ അക്ഷയപാത്രയ്ക്കാകുന്നുണ്ട്. ഇത്രയും ശ്രദ്ധ സ്കൂളിൽ ചെലുത്താൻ കഴിഞ്ഞേക്കില്ലെന്ന് ഇവർ പറയുന്നു. स्कूल वाला तो हमें सही नहीं लगता क्योंकि टाइम काफ़ी वेस्ट होता है स्कूल वाले में। यह है कि वहाँ से बना हुआ आ जाता है तो अपना बच्चों को डिस्ट्रीब्यूट कर लें, उसमें ही निकल जाता है टाइम। फिर कुछ बच्चे ऐसे भी होते हैं कि जहाँ खाना बन रहा है वहीं पर घिरे रहते हैं, अपनी क्लास में नहीं जाते, समझाने के बावजूद भी नहीं जाते हैं, इधर से उधर घूमते रहते हैं। तो वो तो बाहर से ही आ रहा है, वो ज़्यादा बेटर। स्कूल वाला सही नहीं है। अक्षय पात्र से सुबह ही खाना आ जाता है 7 बजे से पहले ही 6:45-7 के करीब, और वो लोग गाड़ी द्वारा ही डिस्ट्रीब्यूट करते हैं और बच्चों को बहुत पसंद है. ഇത്രയും ശ്രദ്ധയില്ലെങ്കിലും നമ്മൾ ഭക്ഷണം കൊടുത്ത് നമ്മുടെ കുഞ്ഞുങ്ങളെ കൊല്ലരുത്. ബീഹാറിലെ ചാപ്രയിൽ എന്ത് വിഷമാണ് കുട്ടികൾക്കുള്ള ഉച്ചഭക്ഷണത്തിൽ കലർന്നതെന്നോ ആരാണത് കലർത്തിയതെന്നോ പുറത്തു വരുമായിരിക്കും. പക്ഷെ ആ സ്കൂളിന് മുന്നിൽ അടക്കം ചെയ്ത കുട്ടികളോട് നമ്മൾ ഇനി എന്തു മറുപടി പറയാൻ? ആ കുട്ടികൾക്ക് മുന്നിൽ രാജ്യം തലകുനിച്ചു കഴിഞ്ഞു. കുഞ്ഞുങ്ങൾക്ക് നൽകുന്ന ഭക്ഷണത്തിൽ പോലും രാഷ്ട്രീയം കലരുന്നു. എങ്ങനെ ഈ ജോലി വൃത്തിയായി ചെയ്യാൻ കഴിയുമെന്ന് അക്ഷയപാത്ര കാണിച്ചു തരുന്നുണ്ട്. അതിലുപരി അക്ഷയപാത്ര നമ്മെ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്. കുട്ടികൾക്ക് ഭക്ഷണം നൽകുന്നത് മറ്റു പല ജോലികളും പോലെയല്ല. ഇത് നമ്മുടെ കടമയാണ്. അതിൽ കരുതൽ വേണം. അക്ഷയപാത്രയിലുള്ളവരുടെ കരുതൽ ഞങ്ങൾ നേരിട്ട് തന്നെ കണ്ടറിഞ്ഞു. Recently we did a survey called Jan Sampark Yojana. All my supervisors, including me, we visited all the schools. We have covered all 1900 schools and taken the opinion of the kids mainly. We spoke to the kids and we asked them what they like, what they don't like, and what they want. The most of the kids, they said they like kadi chawal, dal chawal, and the feedback on the Saturday sweet kheer was not that encouraging. So we asked them what really you want to eat. Some kids said they want to eat suji halwa. Some kids, they said they want dalia. We are planning to provide it. It will take some time. We are here to give what is required to the kids. What they like it, we'll give the food. ചാപ്ര ഇനി ആവർത്തിക്കാതിരിക്കട്ടെ. കൺമുന്നിൽ തന്നെയുള്ള മാതൃകകൾ കാണാനെങ്കിലും തയ്യാറായാൽ ഇത്തരം ദുരന്തങ്ങൾ ഒഴിവാക്കാം. ഭക്ഷണം കഴിച്ചു കുഴഞ്ഞു വീണു മരിക്കുന്ന കുട്ടികളുടെ ചിത്രം ഇനി ഒരിക്കലും നാം കാണാൻ ഇടയാകരുത് എന്ന് ആത്മാർത്ഥമായി തന്നെ ആഗ്രഹിക്കണം. അത് ഉറപ്പാക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കാനുള്ള ഇച്ഛാശക്തിയും നമുക്കുണ്ടാകണം. പ്രകൃതിയെ ചൂഷണം ചെയ്തുള്ള വികസനം നമുക്ക് തൽക്കാലം മാറ്റിവെക്കാം. ആദ്യം വേണ്ടത് വിശക്കുന്ന വയറുകൾക്ക് ആഹാരം എത്തിക്കാനുള്ള മനസ്സാണ്. അക്ഷയപാത്രയുടെ ഈ പ്രവർത്തനം പല സർക്കാർ ഏജൻസികൾക്കും മാതൃകയാണ്. അകലങ്ങളുടെ ഇന്ത്യയുടെ ഈ ലക്കം ഇവിടെ അവസാനിക്കുന്നു. അകലങ്ങളുടെ ഇന്ത്യയുടെ അടുത്ത ലക്കം അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം ഏഷ്യാനെറ്റ് ന്യൂസ് ചാനലിൽ. നമസ്കാരം. आपको पता है किधर से आ रही है खाना? अक्षय पात्र से।